സഹോദരനുമായി രമ്യപ്പെടുക. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായവിധി പരസംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിയിൽ ഇരയാക്കിത്തീരും. എൻ്റെ സ്നേഹബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനമുള്ള പിതാക്കന്മാരെ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എൻ്റെ നാട്ടിലെ എല്ലാ മക്കളെ, എനിക്ക് യുവജനങ്ങളെ, എല്ലാ മക്കളും നിങ്ങൾ സന്തോഷമായിരിക്കണേ, നിങ്ങൾ ഹാപ്പി ആയിരിക്കണേ, നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി തീരണം. എല്ലാ മക്കളും നന്നായി പഠിക്കണം, യുവജനങ്ങൾ നന്നായി പഠിക്കണം. നിങ്ങളെ കഴിവുകൾ, നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങൾ അതെല്ലാം നിങ്ങൾ ശക്തമായി സത്യസന്ധമായി ചെയ്യുമ്പോൾ നമുക്കതിനുള്ള അനുഗ്രഹങ്ങൾ ദൈവം തന്നെ ചെയ്യും. നാട്ടിലെല്ലാ മക്കളും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക. ചെറുതായാലും അതൊരു കുറഞ്ഞ ജോലിയല്ല, അത് നല്ല അഭിമാനമുള്ള ജോലികളാണ്. നമ്മൾക്ക് മോഷ്ടിക്കുന്നതും തെറ്റ് ചെയ്ത് നമ്മൾ പിടിച്ചു പറിക്കണം, അതൊക്കെയാണ് തെറ്റ്. അല്ല, സത്യസന്ധമായി നമുക്ക് ജോലി ചെയ്താൽ നമുക്ക് അത് എല്ലാം അനുഗ്രഹമായി തരും. എൻ്റെ ചില മക്കളെ, എല്ലാ മക്കളും കരുണയുടെ സഹായം, പാവപ്പെട്ടവൻ്റെ സഹായം ഇതിൽ ചെയ്യണം. നാടൊരുങ്ങി വരണം എല്ലാ മക്കളും. അമ്മ പ്രാർത്ഥിക്കുകയാണ് എല്ലാ മക്കൾക്കും ശരീരസുഖവും സമാധാനവും സന്തോഷവും നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ നേടാനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനും മക്കൾ മാതാപിതാക്കൾ പറയണ അനുസരിക്കുവാനും വയസ്സായ അമ്മമാർ നോക്കുവാനുള്ള മനസ്സ് നമുക്ക് കിട്ടുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ മക്കളെയും, വേദനയിലിരിക്കുന്ന എല്ലാ മക്കളും അവരവരുടെ വേദനകളെല്ലാം മാറ്റി ദൈവം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല നാളുകൾ അവർക്കൂടെ കണ്ണീര് തുടയ്ക്കണ നല്ല ദൈവം, നമ്മളെ കാത്തു പരിപാലിക്കണ നല്ല ദൈവം നമ്മളോടെ കൂടെയുണ്ട്. നമ്മളെ ദൈവമേ നമുക്കുള്ളൂ, നമുക്ക് ആരുമില്ല. നമ്മളെല്ലാവരും ഓരോരുക്കൊറ്റ കണ്ണീര് തുടയ്ക്കാൻ ദൈവമേ ഉള്ളൂ മക്കളെ. വചനമായ ഈ ദൈവത്തെ നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുവരാം, നമുക്ക് സ്നേഹിക്കാം ദൈവത്തെ, ആ വചനത്തെ സ്നേഹിക്കാം. ദൈവം സത്യമാണ്, സത്യം വചനമാണ്, വചനം നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുവരാം. നിങ്ങളെല്ലാം സന്തോഷമുള്ള മക്കളായിരിക്കണേ, ഹാപ്പിയുള്ള മക്കളായിരിക്കണം. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഈ പാവപ്പെട്ടതിൻ്റെ സഹായം നിങ്ങൾ ചെയ്യുമ്പോൾ അത്രത്തോളം ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരും. അമ്മ അത് അനുഭവിക്കുകയാണ്. ഓരോരോ അനുഭവത്തിൽ കൂടിയും ഓരോരോ പാഠത്തിൽ കൂടിയും നമുക്കതൊക്കെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിന്ന് ഇരിക്കുന്ന ഒരു പൂ കൊഴിഞ്ഞ് വീഴുമ്പം നമ്മൾ മണ്ണിൽ അടിഞ്ഞു പോവും. അതുപോലത്തെ ഒരു ജീവിതമാണ് നമ്മൾ, ഒരു പൂവിനെ പോലെ. ഇന്നിരിക്കുന്ന നമ്മൾ നാളെ കണ്ടാവാകാം മക്കളെ. 2 ദിവസത്തെ ജീവിതം അത് നമ്മൾ സന്തോഷമായി ഇരിക്കുന്ന കാലത്തിന് നമ്മൾ മക്കൾക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വചനമായ വിത്ത് അവർക്ക് അവരുടെ ഹൃദയത്തിൽ കൊടുക്കാം. അങ്ങനെ നല്ല മക്കളും നല്ല തിരുക്കുടുംബവും നല്ല ശാന്തിയും സമാധാനവും എല്ലാം നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരണം മക്കളെല്ലാം. ഓരോന്നും നമുക്ക് സ്നേഹം വരണം നമ്മളെ ഹൃദയത്തിൽ നിന്നാണ്. അല്ലാതെ നമ്മളെങ്ങനെ സ്നേഹിച്ചാലും നമുക്കത് ആ സ്നേഹം കിട്ടൂല. എൻ്റെ ചില മക്കളെ നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. ഗൾഫിലിരിക്കുന്ന മക്കൾ, എല്ലാ മക്കളും സന്തോഷവും സമാധാനത്തിൻ്റെയും, നിങ്ങൾ ഒന്നും മടിച്ചിരിക്കാതെ എല്ലാവരും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എല്ലാവരും ചെയ്യുക. സന്തോഷവും സമാധാനവും നിങ്ങൾക്കും ദൈവം തരട്ടെ. നിങ്ങളെ മക്കളെ സ്നേഹിക്കുക. ഗൾഫിലിരിക്കുന്ന മക്കൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുക, നിങ്ങളെ അമ്മമാരെ സ്നേഹിക്കുക. അല്ലാതെ നമുക്ക് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ദൈവമേ ഉള്ളൂ. അമ്മ നിർത്തുകയാണ്. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം അനുഗ്രഹങ്ങൾ നേർന്നു കൊള്ളുവാനാണ്.